أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نساؤكم حرث لكم فأتوا حرثكم أنى شئتم وقدموا لأنفسكم واتقوا الله واعلموا أنكم ملاقوه وبشر المؤمنين. പ്രിയമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് നാം ഓരോരുത്തരോടായി ഈ സമയത്ത് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് വിശ്വാസികളായ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുമ്പോൾ അവൾക്ക് മഹർ കൊടുക്കണമെന്നും ആ മഹർ സ്ത്രീയെയാണ് ഏൽപ്പിക്കേണ്ടതും എന്നതിനെ സംബന്ധിച്ചും നാം കഴിഞ്ഞ ഖുതുബയിൽ അവസാനമായി മനസ്സിലാക്കി. അങ്ങനെ ഒരു വിവാഹം കഴിഞ്ഞാൽ ആ വിവാഹത്തിൽ പങ്കെടുക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു ബാധ്യതയാണ് അവർക്ക് ആശംസകൾ അർപ്പിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. നമുക്ക് ഒരുപാട് വിവാഹങ്ങളിൽ പങ്കെടുക്കുന്നവരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹത്തിൽ പങ്കെടുക്കുമ്പോ ആ വിവാഹത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് വധൂവരന്മാരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഏത് രൂപത്തിലാണ്? ബറകല്ലാഹു ലക്കും വബാറക അലൈക്കും വജമഅ ബൈനകുമാ ഫീ ഖൈർ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അതേ വിശ്വാസികളെ, വിശ്വാസിനികളെ, നാമൊക്കെ വിവാഹത്തിൽ പങ്കെടുക്കുമ്പോ ഈ ഒരു പ്രാർത്ഥന, ഈ ഒരു സുന്നത്ത് നമ്മൾ ആരെങ്കിലും പ്രാവർത്തികമാക്കാറുണ്ടോ? നമുക്ക് എത്ര പേർക്കറിയാം ഈ പ്രാർത്ഥന? ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തെ എടുത്താൽ വിശ്വാസി സമൂഹത്തിൽ എത്ര ആളുകൾക്കറിയാം? വിവാഹത്തിൽ പങ്കെടുക്കുന്ന എത്ര ആളുകൾ ഈ ഒരു പ്രാർത്ഥന നിർവഹിക്കാറുണ്ട്? ബാറകല്ലാഹു ലക്കും വബാറക അലൈക്കും വജമഅ ബൈനകുമാ ഫീ ഖൈർ. നിങ്ങളിലും നിങ്ങളുടെ മേലിലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന വധൂവരന്മാരെ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് വിശ്വാസികളായ ഓരോരുത്തരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളിലും നിങ്ങളുടെ മേലിലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. വജമഅ ബൈനകുമാ ഫീ ഖൈർ. നന്മയിൽ നിങ്ങൾ രണ്ടുപേർക്കുമിടയിൽ ഒരുമിച്ച് കൂടട്ടെ, നന്മ നിങ്ങൾക്കിടയിൽ ഒരുമിച്ച് കൂടട്ടെ എന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. വിവാഹത്തിൽ ആ വിശ്വാസികൾ നിർവഹിക്കേണ്ട ഒരു ബാധ്യതയാണ്, ഒരു സുന്നത്താണ്. അതുകൊണ്ട് വിശ്വാസികൾ നമ്മൾ നിർവഹിക്കണം. എന്നാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തരും ഒറ്റക്കായി നടത്തേണ്ടതാണ് ഈ പ്രാർത്ഥന. അതിന് പകരം പലപ്പോഴും ഇന്ന് കൂട്ടപ്രാർത്ഥനയാണ്. അവിടെ പ്രത്യേകമായി ഖുർആൻ ഓതുന്നു, അത് മരിച്ചുപോയ ആളുകൾക്ക് ഹദിയ ചെയ്യുന്നു, എന്നിട്ട് അവിടെ വരുന്ന പണ്ഡിതൻ കൂട്ടപ്രാർത്ഥന നടത്തുന്നു, എല്ലാവരും കൂടിയിരിക്കുന്ന ആളുകൾ ആമീൻ പറയുന്നു. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ ഈ സുന്നത്ത്, ഈ പ്രാർത്ഥന മുസ്ലിം ഉമ്മത്ത് മറന്നുപോയി. അവർക്കറിയില്ല. കാരണം അവർ ധരിച്ചിരിക്കുന്നത് ഇതിങ്ങനെ ഒരു പണ്ഡിതന്മാരാൽ, പുരോഹിതന്മാരാൽ നടത്തപ്പെടുന്ന ഒരു പ്രവർത്തനമാണ്, നമുക്കതിൽ റോളുമില്ല എന്ന് തെറ്റിദ്ധരിച്ചു മാറി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് സമുദായം മാറുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് ഓരോ വ്യക്തികളും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു ബിദ്അത്ത് ഉണ്ടാകുമ്പോൾ ഒരു സുന്നത്ത് പുറത്തേക്ക് പോകും. ഇസ്ലാം എന്ന് പറയുന്ന ആ കുടം നിറകുടമാണ്, നിറഞ്ഞിരിക്കുകയാണ്. അതിലേക്ക് ഒരു ബിദ്അത്ത് കൊണ്ടുവന്നിട്ടാൽ അതിൽ നിന്നൊരു സുന്നത്ത് പുറത്തേക്ക് പോകും. അതാ സംഭവിക്കാം. അതുകൊണ്ട് ഈ സുന്നത്തിന് പകരം ബിദ്അത്ത് ഉണ്ടായപ്പോ ഈ സുന്നത്ത് ആളുകൾ മറന്നുപോയൊരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് വിശ്വാസികളായ ഓരോ ആണും പെണ്ണും
ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കണം. ഇത് വിവാഹ സമയത്ത് വധൂവരന്മാർക്ക് വേണ്ടി നടത്താൻ നമ്മൾ തയ്യാറാകണം. അതുപോലെ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് വിവാഹ സദ്യ ഒരുക്കുക എന്നത്. വലീമ, ആ വലീമ പുരുഷന്മാരുടെ പേരിൽ പുരുഷന്മാരാണ് നിർവഹിക്കേണ്ടത്. നമ്മൾ വീട്ടിലിപ്പോ പലപ്പോഴും നിക്കാതെ പെണ്ണിന്റെ വീട്ടിലായതുകൊണ്ട് പെണ്ണിന്റെ വീട്ടിലാണ് ഫുഡൊക്കെ ഒരുക്കുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് വലീമ പുരുഷന്മാർ നിർവഹിക്കേണ്ട ഒരു പ്രവർത്തനമാണ്. പുരുഷനാണത് നിർവഹിക്കേണ്ടത്. ആ വലീമ നൽകുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹവുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്ന ഒരു സുന്നത്താണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മകൾ ഫാത്തിമയെ അലി റളിയല്ലാഹു വിവാഹം കഴിക്കുമ്പോൾ ലമ്മാ ഖതബ അലിയും ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഫാത്തിമ റളിയല്ലാഹു അൻഹയെ അലി റളിയല്ലാഹു അൻഹു വിവാഹം കഴിക്കുമ്പോൾ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നഹു ലാ ബുദ്ദ ലിൽ ഉർസി മിൻ വലീമ, കല്യാണത്തിന് വലീമ അനിവാര്യമാണ്, വിവാഹ സദ്യ അനിവാര്യമാണ്. അതുകൊണ്ട് വിവാഹ സദ്യ വിവാഹവുമായി ബന്ധപ്പെട്ട് കഴിവനുസരിച്ച് ഒരുക്കണം. ഓരോരുത്തരുടെയും കഴിവനുസരിച്ചാണ് അത്. ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുകൊണ്ട് അയാൾക്ക് വലീമ നിർവഹിക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ് റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുമ്പോ ഇന്നഹു ദബഹ ശാത്ത, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആടിനെ അറുത്തുകൊണ്ട് വിവാഹം അതിന്റെ വലീമ നിർവഹിച്ചതായി ഹദീസിൽ കാണാൻ സാധിക്കും. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, ആ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വിവാഹം കഴിച്ചുകൊണ്ട് വരുമ്പോ ആ വിവാഹ കർമ്മത്തിൽ അത് നിർവഹിച്ചു കൊണ്ടുവരുന്ന മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അബ്ദുറഹ്മാൻ ഔഫേ, നിനക്കൊരു ആടിനെയെങ്കിലും അറുത്തുകൊണ്ട് നിനക്ക് വലീമ നിർവഹിക്കാൻ പാടില്ലായിരുന്നു. പല ആളുകൾക്കും ബിസ്ക്കറ്റ് കൊടുത്ത കല്യാണം നടത്തിയാൽ മതി, അതാണ് യഥാർത്ഥ സുന്നത്ത് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. ബിസ്ക്കറ്റ് കൊടുക്കാൻ നിവൃത്തിയുള്ളവന് ബിസ്ക്കറ്റ് കൊടുത്ത് നിക്കാഹിക്കാം, വലീമ നടത്താം, ഇസ്ലാം അത് അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ ഒരാൾക്ക് അതിനേക്കാൾ കഴിവുണ്ടെങ്കിൽ ആ കഴിവനുസരിച്ചുകൊണ്ട് അയാൾക്ക് ഭക്ഷണം കൊടുക്കാം. അതുകൊണ്ടാണ് സമ്പന്നനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ പറഞ്ഞു, നിനക്കൊരാടിനെങ്കിലും അറുത്തു കൊടുക്കാമായിരുന്നില്ലേ, വലീമ നടത്താമായിരുന്നില്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതായി കാണാൻ സാധിക്കും. എന്നാൽ നമ്മൾ ആ വലീമ നിർവഹിക്കുമ്പോൾ നമ്മുടെ പൊങ്ങച്ചത്തിനും ദൂർത്തിനും വേണ്ടിയുള്ള ഒരു രൂപമാകാൻ പാടില്ല. ഇന്ന് നമുക്കറിയാം, വിവാഹ എന്നുള്ളത് ഒരു മാമാങ്കമാണ്. വിവാഹ മാമാങ്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് പറഞ്ഞ് കൊറോണ വായിച്ചിട്ട് ഒരു 3-4 ദിവസം സർക്കാരിനെ പറ്റിച്ചു എന്ന അഭിമാനത്തോടുകൂടി, എന്നിട്ട് 800-1000 പേര് എന്റെ കല്യാണത്തിന് പങ്കെടുത്തുവെന്ന് വലിയ അഭിമാനത്തോടെ പറയാൻ, നമുക്ക് വേണ്ടി നടപ്പിലാക്കിയ നിയമങ്ങളെ നമ്മൾ തന്നെ പുച്ഛിച്ച് പുറത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് നൂറുകണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ വിവാഹ മാമാങ്കങ്ങൾ ഈ ദുരന്ത കാലഘട്ടത്തിൽ പോലും നടത്തുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ആ വിവാഹത്തിന് ഒരുപാട് ദൂർത്ത്. നമ്മുടെ വിവാഹത്തിന് ഭക്ഷണങ്ങൾ ആവശ്യമാണ്. ഭക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അഅറാഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വകുലൂ വശ്റബൂ വലാ തുസ്രിഫൂ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. നിങ്ങൾ തിന്നോ, നിങ്ങൾ കുടിച്ചോ, പക്ഷേ നിങ്ങൾ ദുർവ്യയം ചെയ്യരുത് കേട്ടോ. തീർച്ചയായും ദുർവ്യയം ചെയ്യുന്നത് അല്ലാഹു ഇഷ്ടപ്പെടുന്നതല്ല, അല്ലാഹുക്ക് ദുർവ്യയം ചെയ്യുന്നത് ഇഷ്ടമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കഴിക്കാൻ കുടിക്കാൻ, പക്ഷെ അത് അമിതമായി നമ്മളെ പൊങ്ങച്ചം കാണിക്കാൻ. അടുത്ത വീട്ടിലെ കല്യാണത്തിന്, തൊട്ടടുത്ത വീട്ടിലെ കല്യാണത്തിന് 60 വിഭവങ്ങളുള്ള ഭക്ഷണങ്ങൾ ഒരുക്കി കഴിഞ്ഞാൽ എന്റെ വീട്ടിലെ കല്യാണത്തിന് 80 വിഭവങ്ങളുള്ള ഭക്ഷണം ഒരുക്കണം, എന്നാലേ അവളെക്കാളും വലിയ പൊങ്ങച്ചക്കാരിയായി ഞാൻ മാറുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന വിശ്വാസികളും വിശ്വാസിനികളുടെയും ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം അല്ലെ? 60 എന്നിട്ട് ഇങ്ങനെ ഞങ്ങൾ നടന്നു തിന്നാ. ചില ആളുകൾ ഇങ്ങനെ പറയും, കല്യാണം വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ, എത്ര വിഭവങ്ങളായിരുന്നു ഓന്റെ വീട്ടിലെ കല്യാണം, കാണണ്ടായിരുന്നു, കേമായിരുന്നു, എന്നിട്ട് ഇങ്ങനെ നടന്നു തിന്നാ. കാരണം ഇതെല്ലാം എല്ലാത്തിനും ടേസ്റ്റ് അറിയണ്ടേ. അങ്ങനെ അമിതമായി തിന്നാനുള്ള സാഹചര്യം നമ്മളായി ഉണ്ടാക്കി കൊടുക്കുകയാണ്. അല്ലാഹു ഇഷ്ടപ്പെടാത്ത ആ ദുർവ്യയത്തിന് സാക്ഷ്യം വഹിക്കുന്ന സാഹചര്യം ഒരുക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ വിവാഹങ്ങളിൽ ഉണ്ടായാൽ അനുഗ്രഹീതമായ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകില്ല എന്ന് നാം തിരിച്ചറിയണം. അവിടെ മറിച്ച് പിശാചിന്റെ സാന്നിധ്യമായിരിക്കും അവിടെ ഉണ്ടാക്കുക. അതുകൊണ്ട് നമ്മുടെ വിവാഹങ്ങൾ അങ്ങനെ ആകാൻ പാടില്ല. ഒരു ദൂരത്തിന്റെ കല്യാണമായി മാറാൻ പാടില്ല. ആളുകൾക്ക് ആവശ്യമുള്ള
വിഭവങ്ങൾ മാത്രം ഒരുക്കിക്കൊണ്ട് എല്ലാ വിഭവങ്ങളും ഒരുക്കി എല്ലാം തീറ്റിക്കണം. എന്റെ കല്യാണത്തിന് വന്നിട്ട് ഇനി ഒന്നും തിന്നാത്ത, ലോകത്തിന് ഒരു ഭക്ഷണവും തിന്നില്ല എന്നൊരവസ്ഥ ഉണ്ടാകരുതെന്ന് ചിന്തിക്കുന്നിടത്തേക്ക് നമ്മൾ പോകാൻ പാടില്ല സഹോദരന്മാരെ. ഗൗരവതരമായി ചിന്തിക്കണം അല്ലേ? അതോടൊപ്പം തന്നെ പലപ്പോഴും ഇങ്ങനെയൊക്കെ ഭക്ഷണം ഒരുക്കുമ്പോൾ അവസ്ഥ എന്താണെന്നറിയാമോ? നടന്നു തിന്നുക. പാത്രം മേടിച്ചിട്ട് ഇങ്ങനെ തെണ്ടി മേടിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥ. അതിഥികളെ വിളിച്ചിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം വൈഫഹു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വർത്തമാനമാണ്. ആ സുന്ദര മണികൾ ഒപ്പിയെടുക്കേണ്ടതാണ് ഈ സമുദായം. മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. മുഅ്മിനിന്റെ ചട്ടയിട്ട് നടന്നിട്ട് കാര്യമില്ല. വിശ്വാസിയാണെന്ന് നാട്ടുകാരും പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു പറയാണ്, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ അതിഥിയെ ആദരിക്കട്ടെ. അതിഥി വരുമ്പോ അയാളെ ആദരിച്ചിരുത്തുക, അയാൾ ഇരുന്നതിന് ശേഷം ഭക്ഷണം കൊടുക്കുക. ഇതൊക്കെയാണ് ആദരിക്കുക എന്ന് പറഞ്ഞാൽ. അതിന് പകരം ഇങ്ങനെ പാത്രം കൊണ്ട് നടന്നോ, എന്നിട്ട് ഭക്ഷണം മേടിച്ച് തിന്നോ, അവനവന് കഴിയാവുന്നതിനേക്കാൾ കൂടുതൽ ആളുകളെ വിളിച്ചു വരുത്തി ഈ രൂപത്തിലൊക്കെ അള്ളാഹും അവന്റെ റസൂലും പഠിപ്പിക്കാത്ത ഒരു കല്യാണമായി നമ്മുടെ കല്യാണം മാറാതിരിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി അങ്ങനെ ആ കല്യാണത്തിൽ ആ രൂപത്തിലൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിന് വേണ്ടി ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇതാ നിങ്ങൾ ഒരാൾ വലീമത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ, വലീമ കഴിക്കാൻ, വിവാഹസദ്യ കഴിക്കാൻ ക്ഷണിക്കപ്പെട്ടാൽ നിങ്ങൾ അവിടെ ചെന്നുകൊള്ളട്ടെ. എന്നിട്ട് ആ ഭക്ഷണം കഴിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്. ആ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ആൾക്ക് വേണ്ടി അവിടെ പ്രാർത്ഥിക്കണം. നമ്മളൊരു ഭക്ഷണം കഴിച്ച് പിന്നെ ആ ഭക്ഷണത്തിന്റെ 4 കുറ്റമൊക്കെ പറഞ്ഞ് പല്ലിന്റെ ഇട കുത്തി ഇങ്ങോട്ട് പോരല്ല ചെയ്യേണ്ടത്. ആ പറയുന്ന ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഗ്ഫിർ ലഹും വർഹംഹും വബാരിക് ലഹും ഫീമാ റസഖതഹും എന്ന് നമ്മൾ ആ ആൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇതൊക്കെ നമുക്ക് അന്യമായിക്കൊണ്ടിരിക്കുക. കാരണം ഇതിനൊന്നും സമയമില്ലല്ലോ. കാരണം ഇത് തിന്നിട്ട് പിന്നെ തിന്നതിന്റെ കുറ്റവും നന്മയും തിന്മയൊക്കെ പറയാനുള്ള ഭക്ഷണമുള്ള കൊടുത്തേക്കണേ. അതുകൊണ്ട് ഈ കുറ്റം പറയാനുള്ള സാഹചര്യമല്ല വേണ്ടത്. മറിച്ച് നമ്മൾ അവിടെ ആ പറയുന്ന ആൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അതും കൂട്ടപ്രാർത്ഥനയല്ല. നമ്മളെല്ലാവരും ഓരോരുത്തരും കഴിച്ചു കഴിയുമ്പോ അല്ലാഹുമ്മ ഗ്ഫിർ ലഹും വർഹംഹും, അല്ലാഹുവേ ഇവർക്ക് പുറത്തു കൊടുക്കണേ, ഇവരോട് നീ കരുണ ചെയ്യണമേ, വബാരിക് ലഹും ഫീമാ റസഖതഹും, നീ ഇവർക്ക് നൽകിയത് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ, നീ അനുഗ്രഹം ചെയ്യണേ അല്ലാ എന്ന് പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കാൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണം കഴിച്ച് തന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യയായിക്കൊണ്ട് നാം മനസ്സിലാക്കണം. വിവാഹവുമായി അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വിവാഹം എന്ന് പറയുന്ന സന്തോഷത്തിന്റെ സുദിനമാണ്. സന്തോഷം അതുകൊണ്ട് ഒരു അവാർഡ് ഫിലിം പോലെ ആകണമെന്നല്ല, അത് അവിടെ ഒരു സന്തോഷത്തിൻ്റെതായ ഒരു സാഹചര്യം ഉണ്ടാകണം. അത് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്ലാം ചില ഇളവുകൾ ആ വിഷയത്തിൽ മറ്റ് സാഹചര്യങ്ങളിൽ നിന്ന് ഇളവുകളായി നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്ന് ദഫ് മുട്ടുക എന്നുള്ളതാണ്. കല്യാണ സദസ്സില് ദഫ് മുട്ടാനുള്ള സ്വാതന്ത്ര്യം ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫസ്ലു മാ ബൈനൽ ഹലാലി വൽ ഹറാമി അദ്ദഫു വസൗതു ഫിന്നിക്കാഹ്. ഹലാലിന്റെയും ഹറാമിന്റെയും, അനുവദനീയമായതിന്റെയും നിഷിദ്ധമായതിന്റെയും ഇടയിലുള്ള വ്യത്യാസം ദഫ്മുട്ടലാണ്. ദഫ്മുട്ടുക എന്നുള്ളത് ഹലാലായ ഒരു കാര്യമാണ്. അത് അനുവദനീയമാണ്. കല്യാണത്തിന്റെ സമയം നിക്കാഹിൽ ശബ്ദം ഉയർത്തുക, ശബ്ദങ്ങൾ ഉണ്ടാക്കുക, അത് ഇസ്ലാം അനുവദിച്ച കാര്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചറിയാം. സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് അവർക്ക് ദഫ്മുട്ടാം. അങ്ങനെ ആ കല്യാണത്തിന് അതിൻ്റെതായ ഒരു സന്തോഷം, പാട്ടുപാടാം, ഇതൊക്കെ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെയും നമ്മുടെ പരിധികൾ ലംഘിക്കാൻ പാടില്ല. അതൊക്കെ ആഭാസങ്ങളായി മാറാൻ പാടില്ല. പല കല്യാണ വീടുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പറയുന്ന കല്യാണത്തിന് നൃത്തവും അതുപോലെ തന്നെ സഭ്യേതരമായ പാട്ടുകളും അശ്ലീല ചുവയുള്ള പാട്ടുകളുമൊക്കെ അതുപോലുള്ള തോന്നിയവാസങ്ങളാണ്. സംഗീതമയമായിക്കൊണ്ട് അതുപോലെ സംഗീത ഉപകരണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വിവാഹ മാമാങ്കങ്ങളാണ് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ഇസ്ലാമല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞൊരു കാര്യമാണ്, ലോകാവസാനം ഉണ്ടാകുന്ന സമയത്ത്
അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാണ് വ്യഭിചാരം, അതുപോലെ തന്നെ പട്ട്, അതുപോലെ തന്നെ മദ്യം, അതുപോലെ തന്നെ വാദ്യോപകരണങ്ങൾ അനുവദനീയമാക്കപ്പെടും എന്റെ സമുദായത്തിലെ ഒരു ഭാഗം ആളുകൾ. ഇതൊന്നും പറഞ്ഞ കേൾക്കൂല. അതിനിപ്പോ എന്താ തെറ്റെന്ന് ചോദിക്കും. അതുകൊണ്ടാണ് പറയുന്നത് അനുവദനീയമാക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് ഈ സമുദായത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞുവെങ്കിൽ ഇന്ന് വിവാഹ രംഗത്ത് നടക്കുന്ന തോന്നിവാസങ്ങൾ, അതിന്റെ പേരിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പാടില്ല. നമ്മുടെയൊക്കെ കല്യാണ വീടുകളിൽ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നടക്കുമ്പോ, നമുക്ക് പ്രത്യേകമായ ഉത്തരവാദിത്തങ്ങളുള്ള കുടുംബങ്ങൾ നടക്കുമ്പോ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആളുകൾക്ക് വേണ്ടി നടത്തുന്ന ഒരവസ്ഥ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. അതിനുവേണ്ടി നമ്മുടെ സ്ത്രീകൾ ചിലപ്പോൾ പ്രോത്സാഹിപ്പിക്കും ആ പിശാചിന്റെ പ്രവർത്തനങ്ങളിലേക്ക്. നമ്മുടെ ശ്രദ്ധ പോകാൻ പാടില്ല സഹോദരങ്ങളെ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി ചെയ്യേണ്ടതറിയാം. ഒരു തിന്മ നടക്കുന്നൊരു ക്ഷണിക്കുന്ന ഒരു സദസ്സിൽ ഒരു തിന്മ കണ്ടാൽ ആ തിന്മ കാണുന്ന സദസ്സിൽ നിന്ന് പോകുക എന്നുള്ളതാണ്. അതായത് ഒരു ഹറാമ് നടക്കുന്നുണ്ടെങ്കിൽ ആ ഹറാമിന്റെ സദസ്സിൽ നിന്ന് പോകുക എന്നുള്ളതാണ് വിശ്വാസീകരിക്കുന്നത്. നമ്മുടെയൊക്കെ ഈമാൻ കുറവുകൊണ്ട് നമ്മളെ തീറ്റ കഴിഞ്ഞിട്ടേ പോകുള്ളൂ. യഥാർത്ഥത്തിൽ നമ്മൾ അവിടെ നിൽക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിക്കുന്ന സമയത്ത് ഒരു വിരുപ്പിൽ ഒരു രൂപം കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷണിച്ച സദസ്സിലിരിക്കുന്ന സ്ഥലത്ത് ഒരു രൂപം കണ്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സദസ്സിൽ എഴുന്നേറ്റ് പോയി. ആൾ കുറച്ച് എന്താ റസൂൽ എഴുന്നേറ്റ് വരും? അല്ല, അവിടെ ഒരു ചിത്രമുണ്ട്, അവിടെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകില്ല, അതുകൊണ്ട് എഴുന്നേറ്റ് പോയി. അപ്പൊ ഹറാമിന്റെ ഈ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത്, അത്തരത്തിലുള്ള ഹറാമിന്റെ സദസ്സുകളിൽ അത്രമായ സാഹചര്യങ്ങൾ ഉണ്ടായാൽ, ഈ പറയുന്ന പിശാചിന്റെ കൂലൂത്ത് എന്ന് പറയുന്ന സംഗീതമയമായ സദസ്സുകൾ കണ്ടാൽ ആ സദസ്സിൽ നിന്ന് പോകലാണ് യഥാർത്ഥ വിശ്വാസികളുടെ പ്രവർത്തനത്തിന്റെ ശരിയായ രൂപം. നമ്മൾ പരമാവധി ഒന്നില്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും വെറുക്കാൻ, അല്ലെ, ചില സ്ഥലങ്ങളിൽ ചെന്ന് നമ്മൾ അറിയാതെ ശപിച്ചു പോകും. ഒന്ന് ആളുകളോട് സംസാരിക്കാൻ പോലും സാധിക്കാത്ത വലിയ സംഗീതങ്ങൾ അതാ ബോക്സുകളിലൂടെ മുഴങ്ങുകയാണ്. അതുകൊണ്ട് നാം ഗൗരവത്തോടെ ഈ കാര്യത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഭാര്യയുടെ അടുത്ത് ചെല്ലുമ്പോ, അങ്ങനെ വിവാഹം കഴിഞ്ഞു, ഭാര്യയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ആ ഭാര്യക്ക് പാല് കൊടുക്കുക എന്ന സമ്പ്രദായം നമ്മുടെ നാട്ടിലേക്കുള്ളതാണ്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. ആ പാല് കൊടുക്കുക എന്നുള്ളത്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചപ്പോ ആ വീട് കൂടുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹുവിന്റെ അടുക്കിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിക്കുകയും അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പാല് പ്രവാചകൻ കുറച്ച് കുടിച്ചിട്ട് ആയിഷ ബീവിക്ക് നൽകി. ആയിഷ ബീവി നാണം കൊണ്ട് കുടിച്ചില്ല. അപ്പൊ കൂടെയുള്ള സ്ത്രീ പറഞ്ഞു, കുടിക്ക്, പ്രവാചകൻ തന്നല്ലേ കുടിച്ചു, കുടിക്കാൻ പറഞ്ഞു. അങ്ങനെ ആയിഷ റളിയല്ലാഹു കുടിച്ചു എന്ന ഹദീസുകളിൽ കാണാം. അപ്പൊ ഈ പാല് കൊടുക്കാന്നുള്ളത് മുഴുവൻ നമ്മളൊരു ഇത്തിരി കുടിച്ചിട്ട് ആ നമ്മൾ വിവാഹം കഴിക്കുന്ന സ്ത്രീക്ക് കൊടുക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ അടുത്ത് മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ഭാര്യയുടെ അടുത്ത് ചെന്നാൽ നമ്മൾ ഭാര്യയുടെ തലയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ ഭാര്യയുടെ തലയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. പ്രവാചകൻ പറയുകയാണ്, ഇദാ തസവ്വജ അഹദുകും ഇംറഅ അവ ഇശ്തറാ ഖാദിമാ, അതേ നിങ്ങൾ ആരെങ്കിലും ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ഖാദിമിനെ, ഒരു വേലക്കാരനെ നിങ്ങൾ വിലക്ക് വാങ്ങിയാൽ, ഫല്യഖുൽ, അവൻ പറഞ്ഞുകൊള്ളട്ടെ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വ ഖൈറ മാ ജബൽതഹാ അലൈഹി വഅഊദു ബിക മിൻ ശർരിഹാ വ മിൻ ശർരി മാ ജബൽതഹാ അലൈഹി എന്ന് അവൻ പ്രാർത്ഥിച്ചു കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്താ പറയുന്നത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ, അല്ലാഹുവേ തീർച്ചയായും ഞാൻ ചോദിക്കുകയാണ് അതിന്റെ ഖൈർ, നന്മ ചോദിക്കുകയാണ്. വ ഖൈറ മാ ജബൽതഹാ, അതുപോലെ ഏതൊരു നന്മയിലാണ് നീ അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത് അതിന്റെ നന്മയും ഞാൻ ചോദിക്കുകയാണ്. വഅഊദു ബിക മിൻ ശർരിഹാ, അതോടൊപ്പം തന്നെ നിന്നോട് ഞാൻ അഭയം തേടുകയാണ്, രക്ഷ തേടുകയാണ് അതിന്റെ ശർറിൽ നിന്ന്, അതിന്റെ ഉപദ്രവത്തിൽ നിന്ന്. വ മിൻ ശർരി മാ ജബൽതഹാ അലൈഹി, അതുപോലെ തന്നെ ഏതൊരു തിന്മയിൽ നിന്നാണോ സൃഷ്ടിക്കപ്പെട്ടത് അതിന്റെ തിന്മയിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു എന്ന് പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോ ഒരു സ്ത്രീയുടെ അടുക്കലേക്ക് ചെന്നാൽ അവളുടെ തലയിൽ കൈവച്ചുകൊണ്ട് ഈ ഒരു പ്രാർത്ഥന നമ്മൾ നിർവഹിക്കേണ്ടതാണ്. അതുപോലെ തന്നെ രണ്ടുപേരും 2 റക്അത്ത് നമസ്കാരം നിർവഹിക്കുക. 2 റക്അത്ത് നമസ്കാരം നിർവഹിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ വിവാഹം കഴിച്ച ആളുകൾ ഉണ്ടാകും, വിവാഹം കഴിക്കാൻ പോണ ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാകും, ഇതല്ലെങ്കിൽ ഇത് കേൾക്കുന്ന മറ്റുള്ള ആളുകൾ ഉണ്ടാകും.
മനസ്സിലാക്കേണ്ടത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മളെ മറ്റുള്ളവരിലേക്ക് പങ്കുവെച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. കഴിഞ്ഞുപോയ ആളുകൾ ഇനിയിപ്പോൾ ഇത് കേട്ടിട്ടെന്താ കാര്യം എന്നല്ല ചിന്തിക്കേണ്ടത്. നമ്മൾ അറിഞ്ഞ ആ അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്താൽ അതും നമുക്ക് പ്രതിഫലമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നമ്മൾ 2 റക്അത്ത് നമസ്കരിക്കുക. ആ നമസ്കാരത്തിൽ ഇമാമ മഅ്മൂമായിക്കൊണ്ട്, ഭർത്താവ് ഇമാമ നിൽക്കുകയും ഭാര്യ മഅ്മൂമായിക്കൊണ്ട് 2 റക്അത്ത് നമസ്കരിക്കുക. ആ നമസ്കാരം നിർവഹിച്ച് അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പോകുമ്പോൾ, അവരുടെ ശാരീരികമായ താല്പര്യത്തിലേക്ക് ബന്ധപ്പെടാൻ പോകുമ്പോ ആ സമയത്തും അവൻ പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രാർത്ഥന നമുക്ക് പറഞ്ഞു തരികയാണ്. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബ്നാ ശൈത്വാൻ വജന്നിബിശ് ശൈത്വാൻ മാ റസഖ്തനാ. ബിസ്മില്ലാഹി അല്ലാഹുവിന്റെ നാമത്തിൽ ഏതൊരു പ്രവർത്തനങ്ങളും ആരംഭിക്കുമ്പോൾ അല്ലാഹുവിന്റെ നാമത്തിലാണ്. നമ്മുടെ ഭാര്യയുമായി ബന്ധപ്പെടുന്നത് അതുപോലും പുണ്യമാണല്ലോ. അതുകൊണ്ട് ആ സമയത്ത് പോലും നമ്മൾ ബിസ്മില്ലാഹി അല്ലാഹുവിന്റെ നാമത്തിൽ അല്ലാഹുമ്മ ജന്നിബ്നാ ശൈത്വാൻ, അല്ലാഹുവേ പിശാചിൽ നിന്ന് ഞങ്ങളെ നീ വിദൂരമാക്കണമേ. വജന്നിബിശ് ശൈത്വാൻ, പിശാചിനെ നീ ഞങ്ങൾക്ക് വിദൂരമാക്കണേ. മാ റസഖ്തനാ, നീ ഞങ്ങൾക്ക് നൽകിയത് എന്താണോ അതിൽ നിന്നും പിശാചിനെ നീ വിദൂരമാക്കണേ. ഈ രൂപത്തിൽ നമ്മൾ പ്രാർത്ഥന നടത്താൻ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരാൾ പ്രാർത്ഥിച്ചിട്ട് ഈ ബന്ധത്തിൽ മക്കളുണ്ടായാൽ പിശാചിന്റെ ഉപദ്രവം അയാൾക്ക് ബാധിക്കുകയില്ല എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അയാൾക്ക് അതിലാണ് കുട്ടി ഉണ്ടാകണം. എല്ലാ സമയത്തും ബന്ധപ്പെട്ടുണ്ടാകണമെന്നില്ല, അള്ളാഹ് തീരുമാനിക്കണല്ലോ. അപ്പൊ അള്ളാഹു ഈ ഒരു പ്രാർത്ഥനയുടെ അത് കഴിഞ്ഞിട്ടാണ് അവർ ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുന്നതെങ്കിൽ ആ പ്രാർത്ഥനയെ സംബന്ധിച്ചിടത്തോളം അയാൾക്കുണ്ടാക്കുന്ന കുട്ടിയെ പിശാചിന്റെ ഉപദ്രവം ബാധിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ കാര്യങ്ങൾ മതത്തിന്റെ വിഷയങ്ങൾ പഠിക്കുമ്പോൾ നമുക്കൊരു നാണവും ഒരു ലജ്ജയും ആവശ്യമില്ല. നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ടത് മനസ്സിലാക്കാൻ വേണ്ടി തന്നെ ചിലപ്പോൾ ഞാൻ സംസാരിക്കുമ്പോഴും തുറന്നു തന്നെ നിങ്ങളോട് പറയാം. ഇനി അങ്ങനെ നമ്മൾ സ്ത്രീയുമായി ബന്ധപ്പെടുമ്പോ, ഒരു സ്ത്രീയുമായി ഒരു പുരുഷൻ ഭാര്യ ഭർത്താവ് ബന്ധപ്പെടുമ്പോൾ എങ്ങനെയാണ് ബന്ധപ്പെടേണ്ടത്? അവിടെ ആ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വിഷയത്തിൽ ഏതൊരു നിലപാടാണ്? സമൂഹത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടായ വിഷയമാണ്. സമൂഹത്തിൽ ഇന്നും പലതരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉപമയിലൂടെ വിശ്വാസ സമൂഹത്തിന് അത് വിശദീകരിച്ചു തരികയാണ്. സൂറത്ത് ബഖറ 2-ാം അധ്യായം 223-ാമത്തെ വചനം. അല്ലാഹു പറയാൻ, നിസാഉകും ഹർസുൽ ലക്കും ഫഅതു ഹർസകും മന്നാ ശിഅ്തും. നിസാഉകും, നിങ്ങളുടെ സ്ത്രീകൾ, ഹർസുൽ ലക്കും, നിങ്ങളുടെ കൃഷിയിടമാണ്. അല്ലാഹു പറയാൻ, നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ്. ഫഅതു ഹർസകും മന്നാ ശിഅ്തും, നിങ്ങൾ ഇച്ഛിക്കുന്ന വിധത്തിൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ നിങ്ങളുടെ കൃഷിയിടത്തിലേക്ക് നിങ്ങൾ ചെന്നുകൊള്ളുക. വഖദ്ദിമൂ ലി അൻഫുസികും, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വെക്കുകയും ചെയ്യുക. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക. വഅലമൂ അന്നകും മുലാഖൂ, തീർച്ചയായും നിങ്ങൾ ആ അല്ലാഹുവിനെ കണ്ടുമുട്ടുമെന്ന് നിങ്ങൾ അറിയുകയും ചെയ്യുക. വബശ്ശിരിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക. ഈ ആയത്തിലൂടെ അല്ലാഹു പറയാം. ഈ ആയത്തിലൂടെ അല്ലാഹു പറയുന്നത് കൃഷിസ്ഥലമാണ്, കൃഷിയിടമാണ് സ്ത്രീകളെന്നാണ്. അതുകൊണ്ട് ആ കൃഷിയിടത്തിലേക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ചെല്ലുക. ഈ ആയത്തിറങ്ങാൻ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മദീനയിൽ അൻസാറുകളായ ആളുകൾ, മദീനക്കാരായ ആളുകൾ, ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ യഹൂദന്മാരെ വലിയ പണ്ഡിതന്മാരായ അറിവുള്ളവരായി കഴിച്ചിരുന്ന ആളുകളാണ്. അപ്പൊ യഹൂദന്മാർ എന്ത് ചെയ്യുന്നോ അതൊക്കെ ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു രീതിയായിരുന്നു. അപ്പൊ യഹൂദന്മാരുടെ രീതി എന്നാൽ സ്ത്രീകളുമായി ബന്ധപ്പെടുന്നത് മുൻവശത്തൂടെ മാത്രമേ അവർ ബന്ധപ്പെടുകയുള്ളൂ. പുറകുവശത്തിലൂടെ ബന്ധപ്പെടുക എന്നുള്ളത്, അങ്ങനെ ബന്ധപ്പെട്ടാൽ കോങ്കണ്ണുള്ള കുട്ടി ഉണ്ടാകുമെന്ന വിശ്വാസവും യഹൂദ സമുദായത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് അൻസാറുകളായ ആളുകൾക്കിടയിലും ഇതേ വിശ്വാസമായി. മദീനക്കാരായ ആളുകൾക്കിടയിലും ഈ ഒരു വിശ്വാസം സ്ത്രീ പുരുഷന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അവരതുകൊണ്ട് മുൻവശത്തിലൂടെ മാത്രമേ അവിടെ ലൈംഗിക സുഖങ്ങൾ എടുക്കാവൂ. എന്നാൽ മക്കയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ലായിരുന്നു. അവർ വ്യത്യസ്തമായ പുറകിലൂടെയും മുമ്പിലൂടെയും വശങ്ങളിലൂടെയും ഒക്കെ ഒരു സ്ത്രീയുമായി അവരുടെ ലൈംഗിക സുഖങ്ങൾ അവർ ആസ്വദിക്കുമായിരുന്നു. ഇങ്ങനൊരവസ്ഥയിൽ മുഹാജിറുകളായി മക്കയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു വിശ്വാസി മദീനക്കാരിയായ ഒരു അൻസാരി സ്ത്രീയെ വിവാഹം കഴിച്ചു. അങ്ങനെ വിവാഹം കഴിച്ചപ്പോൾ ഈ മക്കക്കാരനായ മുഹാജിറായ
വ്യക്തി തങ്ങളുടെ നാട്ടിലുള്ള രീതി അനുസരിച്ച് ആ രൂപത്തിൽ അവളെ പുറകിലൂടെ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോ ഈ പറയുന്ന അൻസാരി സ്ത്രീക്ക് അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അവരുടെ മനസ്സിൽ മറ്റേ കോപം ഉണ്ടാക്കുമെന്നുള്ള വിശ്വാസം, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും അവർക്ക് പരിചിതമല്ലാത്തൊരു കാര്യമായതുകൊണ്ട് അവർ ശക്തമായി എതിർത്തു. അങ്ങനെ പ്രശ്നമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വിഷയം കടന്നു വന്നു. ആ വിഷയം കടന്നു വന്ന സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ സമയത്ത് ഫഅൻസലല്ലാഹു അസ്സ വജല്ല നിസാഉകും ഹർദുൽ ലക്കും ഫഖതു ഹർദകും അന്നാ ശിഅ്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുകയാണ്. ഈ പറയുന്ന നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആയത്തിറക്കുകയാണ്. ഐ മുഖ്ബിലാത്തിൻ വ മുദ്ബിറാത്തിൻ വ മുസ്തലിഖിയാത്തിൻ യഅനി ബിദാലിക മൗദിൽ വലദ്. അതുകൊണ്ട് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിച്ചത് അതായത് മുമ്പിലൂടെയും പിന്നിലൂടെയും ചെരിഞ്ഞു കിടക്കുമെല്ലാം കുട്ടികൾ വരുന്ന സ്ഥലം ആ രൂപത്തിലൊക്കെ ചെയ്യാം എന്ന് വിശുദ്ധ ഖുർആന്റെ ഈ ആയത്തിറങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഇതാണ് ഈ ആയത്തിറങ്ങാനുള്ള ഒരു പശ്ചാത്തലം. ഇവിടെ അല്ലാഹു വളരെ ഉപമയോടെ പറഞ്ഞത് സ്ത്രീകൾ ഒരു കൃഷിയിടമാണ്, ആ കൃഷിയിടത്തിലേക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ചെല്ലുക എന്നാണ്. എന്നാൽ ഈ ആയത്തിനെ വളരെയധികം സമൂഹത്തിന്റെ മുമ്പിൽ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായം സ്ത്രീവിരുദ്ധമാണെന്ന് പറയാൻ വേണ്ടി തെറ്റിദ്ധരിപ്പിക്കാൻ ഉപയോഗിച്ച ഒരു ആയത്താണ് ഈ ആയത്ത്. ഈ ആയത്തിലൂടെ സ്ത്രീകളെ ഇസ്ലാം ഒരു കൃഷിയിടമായിക്കൊണ്ടാണ്, അവരുടെ ഒരു ഭോഗവസ്തുവായിക്കൊണ്ടാണ് അനുവദിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലെ വിമർശകന്മാർ ഈ അടുത്ത ദിവസങ്ങളിൽ പോലും നമ്മുടെ മീഡിയകളിലൂടെ നമുക്കൊക്കെ കേൾക്കാനൊക്കെ സാധിച്ച ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ കൃഷിയിടവും കർഷകരും തമ്മിലുള്ള ബന്ധമെന്തെന്ന് തിരിച്ചറിയാത്തതുകൊണ്ടാണ്. ഒരു കൃഷിഭൂമിയോട് കർഷകനുള്ള താല്പര്യം എന്താ? അത് കൃഷി ചെയ്താലാണല്ലോ, കർഷക ഭൂമി ഉണ്ടെങ്കിലല്ലേ ആ ഭൂമിയോടുള്ള, നമുക്കറിയാം എത്രയോ നഷ്ടങ്ങൾ സംഭവിച്ചിട്ട് പോലും കർഷകൻ കൃഷി ഇറക്കാറില്ല, നിർത്താറില്ല. എന്താ കാരണം? അവന്റെ ഹൃദയം അതുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അത്ര ബന്ധമാണ് ഒരു കൃഷിഭൂമിയോട്. അള്ളാഹു ഉപമിക്കുന്നത് സ്ത്രീ കൃഷിഭൂമിയായും ആ കൃഷിഭൂമിയോട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു കർഷകനെയാണ് അവിടെ പുരുഷനായിക്കൊണ്ട് ബന്ധപ്പെടുത്തുന്നത്. അപ്പോ അവിടെ ആ രൂപത്തിൽ പറഞ്ഞൊരു കാര്യം മാത്രമല്ല, ഒരു കൃഷിഭൂമിയിൽ എന്താണ്, ആ കൃഷിഭൂമിയിലാണ് വിത്തിറക്കുന്നത്, അവിടെയാണ് ഉത്പാദനം നടക്കുന്നത്. ഇവിടെ പുരുഷന്റെ വിത്തിറക്കുന്നത് സ്ത്രീയുടെ ഗർഭപാത്രത്തിലാണ്, ആ ഗർഭപാത്രത്തിലാണ് അവിടെ നിന്നും കുട്ടി ഉത്പാദനം നടക്കുന്നത്. ഈ അർത്ഥത്തിലൊക്കെ പറഞ്ഞ കാര്യം അതല്ലാതെ ഒരിക്കലും സ്ത്രീയെ ഒരു രൂപത്തിൽ ഒരു ഭോഗവസ്തുവായല്ല, മറിച്ച് ഈ പറയുന്ന ലൈംഗിക സുഖങ്ങൾ അത് പുരുഷന് മാത്രം ആസ്വദിച്ചാൽ പോരാ, സ്ത്രീകളും ആസ്വദിക്കണമെന്ന് കൃത്യമായി ഖണ്ഡിതമായി പഠിപ്പിച്ചൊരു മതമാണ് വിശുദ്ധ ഇസ്ലാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് തുടർന്നുള്ള കാര്യങ്ങളിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ രൂപത്തിലുള്ള തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിൽ നടത്താൻ ശ്രമിക്കുകയാണ്. അവിടെ അള്ളാഹു ആ രൂപത്തിൽ നമുക്ക് ഒരു പുരുഷനും സ്ത്രീയും അവിടെ ലൈംഗികമായ താല്പര്യങ്ങളും സന്തോഷങ്ങളും ഏത് രൂപത്തിലും ഉപയോഗിക്കാം. പക്ഷേ ഒരു സ്ത്രീയെ മലദ്വാരത്തിലൂടെ ബന്ധപ്പെടുന്നത് ഇസ്ലാം ശക്തമായി എതിർത്തിട്ടുണ്ട്. ഒരു ആർത്തവകാരിയായ ഒരു സ്ത്രീയെ ഒരു പുരുഷൻ സമീപിക്കുകയാണ്, ചെല്ലുകയാണ്, അതല്ലെങ്കിൽ ഒരു സ്ത്രീ അവളുടെ കുലത്തിലൂടെ മലദ്വാരത്തിലൂടെ അവളെ ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഔകാഹിനൻ അല്ലെങ്കിൽ ഒരു ജ്യോത്സ്യൻ ആ ജ്യോത്സ്യന്റെ അടുത്ത് ചെല്ലുകയും എന്നിട്ട് ആ ജ്യോത്സ്യൻ പറഞ്ഞ് വിശ്വസിക്കുകയും ബിമായഖൂൽ അവൻ പറഞ്ഞ് വിശ്വസിക്കുകയും ചെയ്താൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ ഇറക്കപ്പെട്ടതിൽ അവൻ നിഷേധിച്ചിരിക്കുകയാണ്, അതിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് അവിടെ ആ രൂപത്തിൽ പാടില്ല എന്നും കൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഭാര്യയുമായി ബന്ധപ്പെടുന്നത് മുഅ്മിനീങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക, സ്വന്തം ഭാര്യയുമായി തന്റെ ലൈംഗിക തൃപ്തിക്ക് വേണ്ടി ബന്ധപ്പെടുന്നത് പോലും പുണ്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വന്നുകൊണ്ട് ഇത് പുണ്യമാകുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഹറാമിന്റെ മാർഗത്തിലൂടെ നിങ്ങളുടെ ലൈംഗികപരമായ താല്പര്യത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ശിക്ഷ കിട്ടില്ലേ? കിട്ടും. എങ്കിൽ നിങ്ങൾ ഹലാലായ രൂപത്തിൽ, ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിൽ നിങ്ങളുടെ ഭാര്യയുമായി നിങ്ങൾ ബന്ധപ്പെടുമ്പോ അതിന് പ്രതിഫലം നൽകുക എന്നുള്ളത് അള്ളാഹു തീരുമാനിച്ച കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ഭാര്യയുമായി ബന്ധപ്പെടുന്നത് കേവലം അതൊരു വികാരശമനം മാത്രമല്ല, പ്രതിഫലാർഹമാണ്. അത് വാരിക്കൂട്ടാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.